ഈ ഫിസിക്സ് പഠനം ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് ഇപ്പോൾ അത് പഠിച്ച ഒരാളെന്ന നിലയിൽ എത്രത്തോളം അത് വർത്തിയാണ്? അത് എല്ലാത്തിനും അതിൻ്റെ ഒരു സയൻസ് പരിപാടി ഉണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ സിനിമാട്ടോഗ്രാഫേഴ്സിനൊക്കെ പോകുമ്പോൾ അതുപോലെ FTIയിൽ പഠിക്കണം എന്നാണ് നമ്മൾ ഒരു ആഗ്രഹം. നോർമൽ ഒരു ഗ്രാജുവേഷൻ അല്ലാതെ ഫിസിക്സ് പഠിച്ചിട്ട് പോയതാണ് ഒരുവിധം സിനിമാട്ടോഗ്രാഫേഴ്സിനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നവർ. അത് നല്ലതാണ് ശരിക്കും. അപ്പോൾ ഒരു ബേസിക്കായിട്ട് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് കഴിഞ്ഞു, സപ്ലി രണ്ടും നോക്കുന്നില്ല, നേരെ നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് തിരിയുന്നു. അപ്പം അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഒരു +2 പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വഴി ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുവഴി സിനിമാട്ടോഗ്രാഫി ആണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്സ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫിസിക്സിലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല, ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് അഭിപ്രായം. ഇപ്പോൾ പിന്നെയും ഇതായി, പണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിം അതിൻ്റെ പ്രോസസ്സിങ് കുറേ പരിപാടികൾ ലൈറ്റ് അതൊക്കെ കുറച്ചും കൂടെ തിയറിറ്റിക്കലായിട്ട് അറിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ ഡിജിറ്റലായതോടുകൂടി കുറച്ചും കൂടെ വർക്ക് ചെയ്യാനും എല്ലാവർക്കും പഠിക്കുന്നവർക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചെയ്ത് പഠിച്ചുകൊണ്ട് ഇത് ചെയ്യാം. മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് മീറ്റർ വെച്ച് റീഡ് ചെയ്ത് അതൊക്കെ എല്ലാം ഒരു സയൻസ് കുറച്ചും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഈസിയായി.